എനിക്കിപ്പോഴും കാനഡ താല്പര്യമായി തുടങ്ങിയിട്ടില്ല. ഫ്രീ കിട്ടുന്നോ എല്ലാം കേട്ടിട്ടാണ് ഇവിടെ പലരും കയറി വരുന്നത്. ഐ വോണ്ട് ഫോക്കസ് ഓൺ 80% ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഇനി 20%ലേക്ക് പോകണം. ശരി തന്നെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റൊരു വ്ളോഗ് ആഫ്റ്റർ 2 months എന്ന് പറയാം അല്ലേ. നമ്മുടെ തിരക്ക് പിടിച്ച് ട്രക്ക് ഡ്രൈവറായ ജെഫിൻ കാക്കശ്ശേരി എന്ന സ്ഥലത്തുണ്ട്. അതുകൊണ്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. ശരി, ഓക്കെ. അപ്പോ കാനഡയിൽ വന്ന് 1 വർഷമായപ്പോൾ ഞാൻ 1 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വീഡിയോ നമുക്ക് ജെഫിൻ കാക്കശ്ശേരിയോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ജെഫിൻ കാക്കശ്ശേരി, കാനഡയിൽ വന്നപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 വർഷം ആകാനാ പോകുന്നത്. ഇനി ഒരു 3 മാസം കൂടെ കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് ഇത്രയും കാലമുള്ള ഒരു ജീവിതാനുഭവം ഇൻ കാനഡ? എനിക്കിപ്പോഴും കാനഡ താല്പര്യമായി തുടങ്ങിയിട്ടില്ല. സത്യം പറഞ്ഞതാണ്. കാനഡയില് റീസൺ നമ്പർ 1 obviously tax. റീസൺ നമ്പർ 2 നല്ല മലയാളി ഫുഡ് കിട്ടുന്നില്ല. ആരും ഉണ്ടാക്കുന്ന ഫുഡ് ഓക്കെ, അതല്ല ഉദ്ദേശം. നമുക്കിപ്പോൾ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഡീസന്റ് ഫുഡ് കിട്ടാൻ ഇപ്പോഴും അല്ല, കിച്ചണർ മാത്രമല്ല, കിച്ചണർ ആയാലും ടൊറന്റോ GTA ആണെങ്കിലും ഒരു ഇത് അവിടെ പോയി ഇന്ന ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് എന്ന് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോഴും ഇല്ല. റീസൺ നമ്പർ 3 എന്താ പറയാ, ഇപ്പൊ ഇവിടെ ഇന്ത്യക്കാരെ കളിയാക്കിക്കൊണ്ട് കുറെ ഇഷ്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ദുബായിൽ കിട്ടുന്ന അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് കിട്ടുന്ന വില പോലും ഇപ്പൊ ഇവിടെ കിട്ടുന്നില്ല. എന്താ പറയാ, മിഡിൽ ഈസ്റ്റ് അറ്റ്ലീസ്റ്റ് മറ്റേ അറബികള് നമ്മളൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും അത്രയും പോലും ഇല്ല. പിന്നെ ഇപ്പൊ റീസൺ നമ്പർ 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ടൊരു വീട് വാങ്ങാനുള്ള അതൊന്നും നമുക്ക് കിട്ടില്ല. മീൻസ് വീടുകളുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളും വില കൂട്ടിയിട്ടിട്ട് എവിടെ നിന്ന് വാങ്ങാനാ, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനാ? സോ കുറെ കാര്യങ്ങൾ കൊണ്ട് ഞാൻ തിങ്കിങ് എന്തിനാ അത്ര കഷ്ടപ്പെട്ടോടെ ജീവിക്കാൻ എന്നുള്ളത്. ഞാൻ പറഞ്ഞ കൂടി പോയോ? കാനഡയെ കുറിച്ച് നെഗറ്റീവ് പറയാനല്ല, ഞങ്ങളിപ്പോ പലപ്പോഴും വ്ളോഗിൽ പറയുന്ന പോലെ തന്നെ ഇവിടുത്തെ ഉള്ള കാര്യങ്ങൾ ഉള്ളത് പോലെ തന്നെ പറയുന്നു. അതിങ്ങനെ പിന്നൊരു കാര്യം കൂടെ ഉണ്ട്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മ ഉണ്ടാവുന്നില്ല. അതെന്താ കാരണം? അത് ഇപ്പോ എന്റെ അത് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ എന്റെ എന്താ പറയാ, ജോലി തിരക്കുകാരനായിരിക്കും, മറ്റുള്ളവരുടെ ജോലി തിരക്കുകാരനായിരിക്കും. ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗൾഫിലൊക്കെ ആയിരുന്ന സമയത്ത് വ്യാഴാഴ്ച ദിവസങ്ങൾ, അതായത് വെള്ളി ശനി ലീവുള്ള സമയത്ത് വ്യാഴാഴ്ച വൈകുന്നേരം തന്നെ ഏതെങ്കിലും വീട്ടുകാരുടെ കൂടെയോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെയോ അല്ലെങ്കിൽ എന്താ പറയാ ഫ്രണ്ട്സുകളുടെ വീട്ടിലോ അങ്ങനെയാണ് നമ്മൾ കൂടിയിരുന്നേ. അങ്ങനത്തെ പരിപാടി ഇവിടെ ഇല്ല. ഉണ്ടെങ്കിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ നിങ്ങള് അടിപൊളിയായിട്ട് കൂടെ ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അതായത് ഞാൻ ബാച്ചിലേഴ്സിന്റെ കാര്യമല്ലോ പറയണേ, ഫാമിലി ആയിട്ട് മീൻസ് ഓൾറെഡി കോളേജ് പഠിച്ചുകൊണ്ട് സ്വാഗ് എന്നല്ല പറയുന്നത്, അത് ചെയ്യുന്ന ആൾക്കാരല്ല ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, അവർക്ക് അസൈൻമെന്റ് ഒക്കെ വല്ലവരും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതാണ് പ്രശ്നം. കുറച്ചു പേര് ചെയ്തെന്ന് വെച്ചാൽ ജനറലൈസ് ചെയ്യണ പോലെ എല്ലാരും അങ്ങനെയല്ല. ഓക്കെ, അസൈൻമെന്റ് ഒക്കെ വല്ലവരും ചെയ്തു കൊടുക്കണമെന്നും പറയല്ലേ. 80% ആൾക്കാര് 80% അങ്ങനെ 80% ആൾക്കാര് ചിലപ്പോ കറക്റ്റ് ആയിട്ട് ചെയ്യണ്ടാവും. 20% ആൾക്കാർ ചെയ്യില്ല എന്ന് നീ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ശരിയാ. എന്ന് വെച്ചിട്ട് എല്ലാവരും എല്ലാവരും കട്ട് ചെയ്തു. 20% ആൾക്കാർ ശരിയായിട്ട് ചെയ്യുന്നില്ല. കാരണം അതേപോലത്തെ വീഡിയോസ് ആണ് ഇറങ്ങണത്. ഇപ്പൊ ഒരു ടീച്ചർ എന്താ പറയാ, ഐ വിൽ നോട്ട് ചീറ്റ് ഇൻ മൈ എക്സാമിനേഷൻ എന്നൊരു വീഡിയോ ഇറങ്ങി. എന്തെന്ന് പിള്ളേരെടുത്താണെങ്കിൽ അങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത്? റെസ്പോൺസ് നോക്കണ്ട നമ്മള്. അവരെന്താ പറയണേ, ഇതൊരു പ്രശ്നമാണ്. നമുക്ക് കിട്ടേണ്ട ജോലികൾ ഇങ്ങനത്തെ ആൾക്കാർ കാരണം കിട്ടുന്നില്ല. നമ്മുടെ കൾച്ചർ അങ്ങനെയാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ നമുക്ക് ഇപ്പോ ട്രക്ക് ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇവിടെ അത്യാവശ്യം
എന്താ പറയാ പേയ്മെന്റ് ഉള്ള ഒരു ജോലിയായിരുന്നു. ആയിരുന്നു. ഇപ്പോ പലർക്കും 3 മാസം 4 മാസം ശമ്പളം കിട്ടുന്നില്ല. കാരണം ഒന്ന് എക്സസ് ആയിട്ടുള്ള ഡ്രൈവർമാർ. ഇപ്പൊ ഞാനും അതിലൊരാളാണ്, എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. Maybe I am a part of it. പക്ഷെ അത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല, കാനഡയിൽ മാത്രമല്ല, US-ലും നമ്പർ ഓഫ് ഡ്രൈവേഴ്സ് കൂടി. കാരണം ഇത് ഒരു സെയിം എക്കോണമിയുടെ ഒരു ഭാഗമാണ് കാനഡ US ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോ അത് വലിയൊരു ഇഷ്യൂ ആയി. നമ്പർ ഓഫ് ട്രക്സ് കൂടി. അപ്പൊ എന്തായി, $3 പെർ മൈലിനൊക്കെ എടുത്തിരുന്ന ആ ഒരു കോൺട്രാക്ട് ഒക്കെ ഇപ്പൊ 85 സെന്റിനൊക്കെ എടുക്കുന്നത് US സെന്റിന്. അത് കാരണം എന്താ, ആൾക്കാർ അത്രയും വന്നു, കുറഞ്ഞ റേറ്റിൽ എടുക്കാൻ ആൾക്കാരുണ്ടായി. പക്ഷെ അങ്ങനെയല്ല, അത് ചിന്തിക്കണം. ഈ പറഞ്ഞ 85 സെന്റ് വെച്ചിട്ട് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് അല്ലെങ്കിൽ കമ്പനി മുന്നോട്ട് നീങ്ങില്ല. Who is destroying it? We Indians. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ജപ്പുവിന്റെ മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് വെച്ച് മൊത്തം നെഗറ്റീവ് അടിക്കുകയല്ല, മൊത്തത്തിൽ നെഗറ്റീവ് ആയിരിക്കുന്ന സമയമാണ്. ചുമ്മാ എന്തുകൊണ്ടല്ല, എന്താ പറയാ, ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്താ കുറയ്ക്കാത്ത? ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്താ കുറയ്ക്കാത്ത? ഈ പറഞ്ഞ കുറെ ആളുകള് ആവശ്യമില്ലാത്ത സമയത്ത് പോയിട്ട് കുറെ വീടൊക്കെ വാങ്ങിച്ച് അതിന് റേറ്റ് കൂട്ടിയിട്ടേക്കാണ്. ജെഫിന്റെ ലോങ് ടേം പ്ലാൻ എന്താണ്? ലോങ് ടേം പ്ലാൻ ചിലപ്പോൾ ഞാൻ തിരിച്ചു പോകത്താണ്. അപ്പൊ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയണം, അതായത് നെഗറ്റീവ് പറയണതല്ല, ഉള്ള കാര്യങ്ങൾ ഉള്ള പോലെ പറയുന്നതാണ്. പലപ്പോഴും ഞങ്ങൾ വീഡിയോ പറയുമ്പോൾ എല്ലാവരും അല്ല, 2-3 പേര് പറയും ഇവരെപ്പോഴും നെഗറ്റീവേ പറയുള്ളൂ. പിന്നെ ഉള്ള കാര്യം പറയേണ്ട എന്താ ചെയ്യാ? ഞാൻ അല്ല, നമ്മുടെ മുന്നേ ഇതേപോലെ ഒരു വീഡിയോയിൽ ഓർത്താൻ വന്നിട്ട് കമന്റ് ചെയ്തു, അതായത് ഇവന്റെ വീഡിയോ കാണാൻ കൊള്ളില്ല, അവൻ പറയുന്നതൊക്കെ നോണയാണ്. ഇപ്പൊ എല്ലാവരും അനുഭവിക്കേണ്ട നോണയാണോ സത്യാന്നുള്ളത്. അല്ല, എനിക്ക് നെഗറ്റീവ് ഇട്ടുകൊണ്ടോ എന്റെ നെഗറ്റീവ് കമന്റ് പറഞ്ഞോണ്ടൊന്നും ഐ ഡോണ്ട് കെയർ. അങ്ങനത്തെ മനുഷ്യനാണ് ഞാൻ. പക്ഷെ അങ്ങനത്തെ കമന്റുകൾ കാണുന്ന ആൾക്കാർ എന്താ വിചാരിക്കുക, ഓക്കെ മേ ബി ഞാൻ നുണയനായിരിക്കുന്നത്. എന്നാലും എനിക്ക് പ്രശ്നമൊന്നുമല്ല. ഓക്കെ, അപ്പൊ അതാണ് കാര്യം. ഇപ്പൊ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ജോലി കിട്ടുന്ന കാര്യത്തിൽ ടഫാണ്. ഇനി ഗ്രാജുവേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന് അവരുടെ സെയിം ഫീൽഡിൽ ജോലി കിട്ടുന്ന കാര്യം ടഫാണ്. അതേസമയം തന്നെ IRCC മറ്റേ PR-ന്റെ കാര്യത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം അറിഞ്ഞതാണ്, എന്താ പറയാ, നല്ലൊരു സോഴ്സ് എന്നുള്ള കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അതായത് വിസിറ്റർ വിസയിൽ ഇപ്പൊ നാട്ടിൽ നിന്ന് പേരൻസ് ഒക്കെ വരുന്നെന്ന് വെച്ചോ, അവർക്ക് 6 മന്ത്സിന്റെ വിസ ഒക്കെ കിട്ടിയിട്ട് വരികയാണ്. പക്ഷെ ഇവിടെ എത്തുന്ന സമയത്ത് 6 മന്ത്സ് മാറ്റി 1 മന്ത് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുന്നവരോട് അവർ പറയാ ഒന്നെങ്കിൽ റെഫ്യൂജി സ്റ്റാറ്റസ് എടുക്കുക അല്ലെങ്കിൽ തിരിച്ചു പോവാന്ന്. അപ്പൊ ആലോചിക്കുക, പ്രായമായവരൊക്കെ വരുന്ന സമയത്ത് ആദ്യമായിട്ട് കാനഡയ്ക്ക് വരുന്നു, മക്കളെ കാണാൻ ഒരു വിസിറ്റിങ്ങിന് വരുന്നു, അവരോട് റെഫ്യൂജി വേണോ അല്ലെങ്കിൽ തിരിച്ചു പോയിക്കോന്നൊക്കെ പറഞ്ഞ പാവങ്ങൾ എന്താ ചെയ്യാ? അങ്ങനെ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ച ഇവിടെ ടൊറന്റോ എയർപോർട്ടിൽ നടന്നു എന്നാണ് കേട്ടത്. അതിന്റെ കുറെ ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായി നടക്കുന്നുണ്ട്. 2-3 ലോയേഴ്സ് അത് കൺഫേം ചെയ്ത് നടന്ന കാര്യമാണെന്നുള്ളത്. അപ്പൊ അങ്ങനെയും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ പേരൻസിനെ എന്ത് തരത്തില് കൊണ്ടുവരിക? ഈ ഒരു എയർപോർട്ടിലെ സിറ്റുവേഷൻ അവർക്ക് ഇത്രയും നേരം യാത്ര ചെയ്ത് വന്നിട്ട് ഇവിടെ എത്തിയിട്ട് അങ്ങനത്തെ ഒരു ബിഹേവിയർ നമുക്ക് പറ്റില്ലല്ലോ. 10 കൊല്ലത്തെ വിസയാണ് കിട്ടുന്നത്, കാനഡയുടെ ടൂറിസ്റ്റ് വിസ. ആ ടൂറിസ്റ്റ് വിസ കിട്ടുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ലാൻഡ് ചെയ്യുമ്പോൾ അവർക്ക് 6 മന്ത്സ് സ്റ്റേ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് 15 ഡേയ്സ് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീണ്ടും 6 മന്ത്സ് സ്റ്റേ ചെയ്യാം. അതില്ലാത്ത പക്ഷെ നമുക്ക് അവരിവിടെ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് എക്സ്റ്റൻഷനൊക്കെ അപ്ലൈ ചെയ്യാം. അതൊക്കെ പോട്ടെ. അപ്പൊ ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇപ്പോ ഇവര് പാരന്റ്സ് വരാണ് അല്ലെങ്കിൽ ആരെങ്കിലും വരട്ടെ, അപ്പോൾ ഈ 10 ഇയർ വിസയിലെ ആൾക്കാർ വരുന്ന സമയത്ത് അവർ ചോദിക്കും എത്ര ദിവസം നിങ്ങൾ ഇവിടെ താമസിക്കാൻ പോണേന്ന്. അപ്പോൾ പറയണത് ഐ എം ഗോയിങ് ടു സ്റ്റേ 15 ഡേയ്സ് എന്നൊക്കെ മീൻസ് നമുക്ക് പറ്റാവുന്ന ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവര് നേരെ ആ 15 ദിവസമോ അല്ലെങ്കിൽ ഒരു മാസം സ്റ്റേ എന്നുള്ളൂ. അതാണ് പറഞ്ഞു വന്നത്. അതുമുണ്ട് കുട്ടി, വേറെയും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെയും കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഡേയ്സ് മന്ത്സ് കട്ട് ചെയ്തത് ജെഫിന്റെ ഫ്രണ്ട് സർക്കിൾ എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഈ റെഫ്യൂജി സ്റ്റാറ്റസിലേക്ക് മാറണം എന്ന് പറഞ്ഞത് അതൊരു സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ കുറെ ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു, കണ്ടവരുണ്ടാകാം. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതായത് ഒരു മിസ്ട്രീറ്റ്മെന്റ് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇതായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര റേസിസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കാരണക്കാര് നമ്മളൊക്കെ തന്നെയാണ്.
ഇപ്പൊ എന്താ ചെയ്യാ, വന്ന് പെട്ടും പോയി, 3 വർഷമായി. വന്ന് പെട്ടു, നമുക്ക് തരണം ചെയ്ത് ജീവിക്കണം, അത്രേ ഉള്ളൂ. ഇതൊന്നും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരുണ്ടല്ലോ, ഓൾറെഡി നാട്ടിൽ 5-6 എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരുണ്ട്, 5-6 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർ. എന്നിട്ട് ഇവരും എന്താ ചെയ്യണം, ഈ കുട്ടികൾ അവരുടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ റീറ്റെയിൽ ഔട്ട്ലെറ്റിലും അങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് പിന്നെ അവരുടെ വീട്ടിലേക്ക് മാറുന്നുണ്ട്. അത്രയും കേപ്പബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസ് വരുന്നുണ്ട്, അറിയോ, എക്സ്പീരിയൻസ് ഉള്ളവര്, കാലിബർ ഉള്ളവര്. പക്ഷെ ബാക്കി ഇങ്ങനെ 20% അല്ലേ ജെഫ് പറഞ്ഞ പോലത്തെ, അവരെ കാരണം ഈ 80% എഫക്റ്റ് ആവുകയാണ്. അതാണ് പ്രശ്നം. അതിനൊരു അവയർനെസ് കൊണ്ടുവരാൻ എന്താ ചെയ്യാ ജെഫെ? എന്ന് ജെഫ് പറയും, പക്ഷെ അത് എനിക്ക് പറ്റുന്നില്ലല്ലോ. ഐ കനോട്ട്. എന്റെ മോനോ അല്ലെങ്കിൽ എന്റെ അനിയനോ നല്ലല്ലോ വരുന്നത്, അങ്ങനെ പറയാൻ പാടില്ല. പിന്നെന്താ അങ്ങനെ പറയാൻ പാടില്ല? ഈ കേറി വന്ന് ഇവിടെ എന്താ പറയാ അലമ്പായി നടക്കാൻ താല്പര്യത്തോടു കൂടി വരുന്ന ആൾക്കാർ തന്നെയാണ് അതൊക്കെ. ഞാൻ ഫോക്കസിങ് ഓൺ 80%. ആ 20% മേലെ എന്തിനാ ഫോക്കസ് ചെയ്യണേ? ഫോക്കസ് ഓൺ 80. 20% ആണല്ലോ ഇതിന് എല്ലാത്തിനും കാരണക്കാര്. അപ്പൊ എന്താ ചെയ്യാ? ഈ ഫ്രീ കിട്ടുന്നോ എല്ലാം കേട്ടിട്ടാണ് ഇവിടെ പലരും കയറി വരണേ. ഇവിടെ ഫ്രീ ഫുഡ് കിട്ടും, ഫുഡ് ബാങ്ക് ഉണ്ട്, പിന്നെ എന്താ പറയാ ബെനിഫിറ്റ്സ് ഉണ്ട്, ജോലി കിട്ടും, വന്നോട്ടെ തന്നെ ജോലി. ഈ മാതിരി റോങ് ഇൻഫർമേഷൻ കിട്ടും, എല്ലാം ഫ്രീ 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 എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ കയറി വരണേ. പിന്നെ നാട്ടിൽ നിന്ന് പറഞ്ഞ പൈസ അവർ മാക്സിമം ഈ 20% ഇട്ടാം. ഈ 20% ആൾക്കാർ ഉപയോഗിക്കുന്നത് കള്ളു കുടിക്കാനും കഞ്ചാവ് അടിക്കാനാണ്. അപ്പൊ പറഞ്ഞു വരുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വോണ്ട് ടു ഫോക്കസ് ഓൺ 80% ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഇനി 20%ലേക്ക് പോകണം. എനിവേസ്, അപ്പൊ ഇത്രേ പറയാനുള്ളൂ. ഇനി കാനഡയിലേക്ക് വരുന്നവർ കം പ്രിപ്പയർഡ് നിങ്ങൾ ആദ്യം മുതലേ പറയുകയാണ്, കം പ്രിപ്പയർഡ് ഫോർ ദ ഡിസാസ്റ്റർ എന്ന്. പക്ഷെ ഇപ്പോൾ ഡിസാസ്റ്റർ അല്ല, അതിന്റെ അതൊക്കെ മേലുള്ള ലെവലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സെയിം ഫീൽഡിൽ ജോലി കിട്ടുക എന്നുള്ളത് ടഫാണ്. അത് നമുക്ക് അത്രയും പ്രൂവ് ചെയ്താലേ കിട്ടൂ. സ്റ്റുഡൻസ് ആയിട്ട് ഇപ്പോൾ ഉള്ളവർ, ഗ്രാജുവേറ്റ് ആകാൻ പോകുന്നവർ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് തുടങ്ങിയാലേ ജോലിയുടെ കാര്യത്തിലൊക്കെ ഉള്ളൂ. അതായത് നമ്മളൊരു ടാലന്റ് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർ നമ്മളെ കൺസിഡർ ചെയ്യും. ആ ഒരു മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജാണ്. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. നമുക്ക് ടാലന്റ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, വേറൊരു ടാലന്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കൺവിൻസ് ചെയ്യാനുള്ളൊരു ടാലന്റും കൂടെ വേണം. ഞാൻ ഭയങ്കര എക്സ്പെർട്ട് ആണെന്നല്ല പറയണത്, പക്ഷെ ഐ എം ഓൾസോ സ്റ്റിൽ സ്ട്രഗ്ലിങ്. കാരണം ഫുൾ ഓൾ വൈറ്റ് ഒരു ഓർഗനൈസേഷനിലാണ് ഞാൻ വർക്ക് ചെയ്യണത്. അവിടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പെടുന്ന പാട്. ആൻഡ് അവിടെ സംസാരിക്കുമ്പോൾ അവർക്ക് ജനറലൈസേഷൻ ഉണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ച ഒരു ഇതിന് പോയപ്പോൾ അവരോട് യു സ്പീക്ക് ഇംഗ്ലീഷ് റിയലി വെൽ. അപ്പോൾ അവരുടെ വിചാരം എന്താ, ഇപ്പോൾ ഈ സ്റ്റുഡൻസ് ഒക്കെ ഒരു ഇംഗ്ലീഷ് അറിയില്ല. ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് വന്നാൽ സ്റ്റുഡൻ്റ് ആയിട്ടാണോ വന്നത്? അപ്പോൾ ഇങ്ങനത്തെ അക്കോമഡേഷൻ, അതായത് ഒരു വീട്ടിൽ 30 പേരൊക്കെ ആയിട്ടാണോ താമസിച്ചേരുന്നത്? അങ്ങനെയാണ് എല്ലാവരെയും ഒരേ ഇതിലങ്ങോട്ട് പറയണം. എക്സ്പീരിയൻസ് ഉണ്ട്. അതല്ലേ ഞാൻ പറയണേ. അപ്പൊ ഇതില് ഈക്വലി റെസ്പോൺസിബിൾ ആണ് ഒന്ന് ഗവൺമെന്റ്. ഇത്രയധികം ആൾക്കാരെ അങ്ങോട്ട് കൊടുന്ന് അവരുടെ ലൈഫും ഈ മാതിരി എന്താ പറയാ അയിലടക്കി വെച്ചേക്കണ പോലെ. അപ്പൊ ഗവൺമെന്റ് റെസ്പോൺസിബിൾ തന്നെയാണ് അതിന്റെ കാര്യത്തില്. അനാവശ്യമായിട്ട് ഇതുപോലത്തെ പബ്ലിസിറ്റിയും കാര്യങ്ങളും കൊടുത്ത് അവര് പ്രോപ്പറായിട്ട് സ്ക്രൂട്ടനൈസും കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഈ എടുത്തു വരുന്ന പിള്ളേർക്ക് IELTS പ്രോപ്പറായിട്ടുണ്ടോ, PT പ്രോപ്പറായിട്ടുണ്ടോ ഒന്നും ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഇത് എത്ര പേര് പറഞ്ഞു കേൾക്കുന്നു, നാട്ടില് കളത്തരത്തില് IELTSും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതൊക്കെ ജെന്യുവനാണോ ഈ എടുത്തിട്ട് വരുന്നത്? കാരണം ഇവർക്കൊന്നും ഇംഗ്ലീഷ് പോലും മര്യാദയ്ക്ക് വായിക്കാനോ പറയാനോ അറിയുന്നില്ല. അത് ഞാൻ സംസാരിക്കാം. അതെനിക്ക് ഞാൻ പറയാം. അതായത് ഈ ഒരു 20%-ൽ ഒരു 1% സ്റ്റുഡന്റ് എൻ്റെ ഒരു ക്ലാസ്സിലുണ്ടായിരുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റ് അല്ല, ഞാൻ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം പഠിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ലൈക്ക് പ്രസന്റേഷനൊക്കെ വന്നിട്ട് അവർക്ക് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അവർക്ക് പറയാൻ പറ്റില്ല, ഒട്ടും കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എന്തെങ്കിലും ഇംഗ്ലീഷിൽ ചോദിച്ചാൽ തിരിച്ച് ഹിന്ദിയിൽ പറയും. അപ്പം ഞാൻ അങ്ങനത്തെ സ്റ്റുഡൻസ് ഉണ്ട്. എന്നിട്ട് അവരെന്നോട് ചോദിക്കുകയാണെ, അപ്പൊ ഞാൻ തിരിച്ച് ഇംഗ്ലീഷ് പറയുമ്പോ യു ആർ ഇന്ത്യൻ റൈറ്റ്, വൈ ആർ നോട്ട് സ്പീക്കിംഗ് ഇൻ ഹിന്ദി എന്ന്. അപ്പൊ ഞാൻ അല്ല എന്നിട്ട് എന്താ പറഞ്ഞത്, നിങ്ങൾ അവരെ തോൽപ്പിച്ചപ്പോ ആരെ തോൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ? തോൽപ്പിക്കാൻ പറഞ്ഞു അപ്പൊ ദീപാവലി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെന്നാ? അതെ, ദീപാവലി ഗിഫ്റ്റ് ആയിട്ട് മാർക്കറ്റ് കൊടുക്കാൻ പറഞ്ഞു എന്നോട്. അത് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആട്ടോ. പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആയിട്ട്, അതായത് നാട്ടിൽ നിന്ന് +2 കഴിഞ്ഞ് നേരിട്ട് വരുന്ന പിള്ളേരുണ്ടല്ലോ, എല്ലാ +2 കഴിഞ്ഞ പിള്ളേരല്ലാട്ടോ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ നല്ല പിള്ളേരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മീൻസ് അവർക്ക് ബേസിക്കലി ഒരു അറിവില്ല, മീൻസ് ഒരു മുഴുവൻ കിട്ടിയ ഫീലാണ്. അപ്പൊ അവരെന്തെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ പഠിക്കാൻ കഴിയുള്ളവർ പഠിക്കും,
അലമ്പായിട്ട് പോകുന്നവർ അലമ്പായിട്ട് പോകും. അതൊക്കെ അവരുടെ പാരൻസിനെ പറഞ്ഞാൽ മതി, ഇത്രേ ഉള്ളൂ. അപ്പോൾ കാനഡയ്ക്കുള്ള വിസയ്ക്കും അപ്ലൈ ചെയ്ത് അതിൻ്റെ റിസൾട്ടും കാത്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട, ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അതൊന്ന് പ്രിപ്പയർഡായിട്ട് വന്നാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ അക്കോമഡേഷൻ കിട്ടാൻ പാടാണ്. പഠിക്കാൻ വരികയാണെങ്കിൽ അത് പഠിത്തവും പാർട്ട് ടൈമും ജോലി കിട്ടാനും പാടാണ്. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പാടാണ്. അത് കഴിഞ്ഞിട്ടുള്ള ജോലി കിട്ടാനും പാടാണ്. ഇപ്പോൾ PR-ന്റെ ഓപ്ഷൻസും പാടാണ്. അപ്പോൾ കം പ്രിപ്പയർഡ്, അത്രേ ഉള്ളൂ. പാടി പാടി നടക്കാം.